വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടന്നു. ഇരുചെവി അറിയാതെ ഒതുക്കിയ സംഭവത്തിലെ പ്രതിയാകട്ടെ വി.എസിന്റെ അംഗരക്ഷകനായിരുന്ന പോലീസുകാരനും. വോട്ടെടുപ്പിന് തൊട്ടുമുൻപുണ്ടായ സംഭവം. പക്ഷേ കേസെടുക്കാതെ ഒതുക്കാനായിരുന്നു എല്ലാവരുടെയും താൽപര്യം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തുടങ്ങി 10 വർഷത്തോളം ഗൺമാന്മാരായി ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ തിരിച്ചയക്കാൻ അധികാരമാറ്റത്തിന് പിന്നാലെ വി.എസ്. തീരുമാനിച്ചത് വാർത്തയായിരുന്നു. കാരണം വ്യക്തമല്ലെങ്കിലും അന്ന് ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. എന്നാൽ പിൻവലിക്കപ്പെട്ട പോലീസുകാരിൽ ഒരാൾക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടായതിന് പിന്നാലെയാണ് വസ്തുതകൾ പുറത്തുവരുന്നത്. വി.എസ്. അച്യുതാനന്ദന്റെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് ക്ലിഫ് ഹൗസിൽ വെച്ച് തനിക്ക് നേരെയുണ്ടായ മര്യാദഘട്ട പെരുമാറ്റത്തെക്കുറിച്ച് പരാതിപ്പെട്ടത്. വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് ഏപ്രിൽ 10-നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അപമാനമുണ്ടാക്കിയ സംഭവം നടന്നത്. രാത്രി മദ്യപിച്ച് ക്ലിഫ് ഹൗസിലെത്തിയ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പെൺകുട്ടിയെ സമീപിച്ചു. തുടർന്നുള്ള പെരുമാറ്റം അതിരുവിടുന്നുവെന്ന് മനസ്സിലാക്കി പ്രതിഷേധിച്ച പെൺകുട്ടിക്ക് നേരെ ഇയാൾ കൈത്തോക്കെടുത്ത് ചൂണ്ടി ഭീഷണി മുഴക്കി. ഇത്രയുമായി രംഗം വഷളായതോടെ വിവരം വി.എസ്. അച്യുതാനന്ദന്റെ ചെവിയിലെത്തി. ഇതോടെ സുരക്ഷാ പോലീസുകാരുടെ ചുമതലയുള്ള SP, IG തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി പോലീസുകാരനെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തു. എന്നാൽ വിഷയം പുറത്തറിയാതെ സൂക്ഷിക്കാനായി പിന്നെ ശ്രമം. ഔദ്യോഗികമായി പരാതി നൽകാൻ വി.എസ്.ഒ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട ആരും തയ്യാറല്ലെന്ന് വന്നതോടെ കേസെടുക്കേണ്ട എന്ന് ധാരണയായി. 1 മാസത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായ വി.എസ്. അച്യുതാനന്ദൻ പോലീസുകാരെ ഒന്നടങ്കം മാറ്റി നിയമിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവായി. അന്വേഷണം തുടരുന്നുവെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. അനിൽ ഇമ്മാനുവൽ, മനോരമ.